ഒന്നിനു മീതെ ഓരോന്നായി ഓരോ ദുരന്തങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായത്. ആ ഒരു ഭീകരാക്രമണത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ കൊല്ലപ്പെടുകയുണ്ടായി. അതിനുശേഷം ഒരു കപ്പൽ ദുരന്തമുണ്ടായി. അതിൻ്റെ വാർത്തകളെല്ലാവരും നമ്മൾ കേട്ടതാണ്. അതിനുശേഷം ഇപ്പോഴിതാ നമ്മളെല്ലാവരെയും വേദനയിലാഴ്ത്തിക്കൊണ്ട് വളരെയധികം പ്രയാസപ്പെടുത്തുന്ന നോവുണ്ടാക്കുന്നൊരു ദുരന്തമുണ്ടായിരിക്കുന്നു. അഹമ്മദാബാദിലെ വിമാന ദുരന്തം. ആ വിമാനത്തിലുണ്ടായിരുന്ന 1-2 പേരൊഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ആളുകളും മരണപ്പെട്ടു എന്നുള്ള വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത്. 230 യാത്രക്കാരും 12 ജീവനക്കാരുമായി, അതായത് മൊത്തത്തിൽ 242 പേരുമായി അഹമ്മദാബാദിൽ നിന്നും UK പുറപ്പെട്ട വിമാനമാണ് ദുരന്തത്തിൽ അകപ്പെട്ടു പോയത്. അതിൽ 169 പേർ ഇന്ത്യക്കാരാണ്, 53 പേർ ബ്രിട്ടീഷുകാരും 7 പോർച്ചുഗീസുകാരും ഒരു കനേഡിയൻ പൗരനും ഉണ്ടായിരുന്നു എന്നുള്ളത് പത്രവാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ വിമാനം അപകടത്തിൽപ്പെടുന്നതിൻ്റെ ആ ഒരു ഭയാനകമായ ദൃശ്യങ്ങളൊക്കെ, ആ ഒരു ഭീതിപ്പെടുത്തുന്ന ആ ഒരു കാഴ്ചയൊക്കെ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും പത്രവാർത്താ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടു കാണും. വിമാനം പറന്നുയർന്നതിന് ശേഷം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ വിമാനം ഒരു തീഗോളമായി മാറുന്ന അത്രമേൽ ഭയപ്പെടുത്തുന്ന ഒരു ഭീതിജനകമായ ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. ഉച്ചയ്ക്ക് 1:38 പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787-8 എന്ന വിമാനമാണ് 1:40, അതായത് നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണ് തീഗോളമായി മാറിയത്. പറന്നുയർന്ന വിമാനം നേരെ ചെന്നിടിക്കുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന ഒരു ഹോസ്റ്റലിലാണ്. ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 5ഓളം മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ടു എന്നുള്ള സങ്കടകരമായ വാർത്തയും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ആ വിമാനത്തിലുണ്ടായിരുന്ന ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയായ വിജയ് രൂപാണി മരണപ്പെട്ടു എന്നുള്ള ദുഃഖകരമായ വാർത്തയും പത്രവാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വിമാന ദുരന്തം മലയാളികളെയും വല്ലാതെ വേദനയിലാഴ്ത്തിയിരിക്കുകയാണ്. കോഴഞ്ചേരി പുല്ലാട് സ്വദേശിനിയായ രഞ്ജിത നായർ എന്ന് പറയുന്ന ഒരു സഹോദരി ഈ വിമാനാപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. ആ സഹോദരിയുടെ വേർപാട്, ആ ഒരു മരണം ബന്ധുക്കൾക്കും ആ സഹോദരിയുടെ സ്നേഹിതർക്കും കുടുംബക്കാർക്കും ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും വേഗം പണിപൂർത്തിയായി ആ ഒരു വീട്ടിലേക്ക് കയറാൻ കാത്തിരുന്ന ആ ഒരു ആഗ്രഹവുമായിട്ടായിരുന്നു ആ സഹോദരി UK പുറപ്പെട്ടത്. പക്ഷെ ആ സഹോദരിയുടെ ആ ഒരു ആഗ്രഹത്തെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് മരണം ആ സഹോദരിയെ പിടികൂടുകയാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് പോലും ആ സഹോദരി നാട്ടിലുണ്ടായിരുന്നു. തൻ്റെ മകളെ സ്കൂളിൽ കൊണ്ടാക്കാനും അതോടൊപ്പം വീടുപണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലൊക്കെ, അത്തരം വിഷയങ്ങളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് ആ സഹോദരി നാട്ടിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഏറെ വേദനാജനകമായ ഒരു ദുരന്തമുണ്ടാകുന്നത്. മിനിഞ്ഞാന്ന് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടുമല്ല. അല്ല, അവൾ സ്ഥിരം ആണ്, അവധി എടുത്ത് പോയതാണ്. അവധി കോഴഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സ്റ്റാഫായിരുന്നു. അവിടുന്ന് അവധിയെടുത്ത് വിദേശത്തേക്ക് പോയതാണ്. 5 വർഷത്തെ അവധിയെടുത്ത് വിദേശത്തേക്ക് പോയതാണ്. ഈ കഴിഞ്ഞ 2 ദിവസം വരെ മുമ്പ് വരെ ഇവിടെ ഞങ്ങൾ കണ്ട് സംസാരിച്ചൊക്കെ പോയതാണ്. പുതിയ വീട് പണിയുന്നതിൻ്റെയും കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് പോയതാണ്. എന്താണ് ഇത് സംഭവിച്ചതെന്നുള്ളത് നമുക്കൊന്നും അറിയത്തില്ല. ആകപ്പാടെ 2 കൊച്ചുകുട്ടികളാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത മോനും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളുമാണ് ഉള്ളത്. പയ്യത്തമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ. 2 സഹോദരന്മാരുണ്ട് അവർക്ക്. പക്ഷെ എന്താണെന്ന് അവരാരും ഒന്നും അറിയത്തില്ല. എല്ലാവരും അറിഞ്ഞു കാണും ഇപ്പോഴത്തേക്ക്. ഇവിടെ അച്ഛൻ ഗോപകുമാർ ചേട്ടൻ നേരത്തെ മരിച്ചതാണ്. 3-4 കൊല്ലം മുമ്പ് തന്നെ മരിച്ച, 5 കൊല്ലമായി. നോക്കൂ, അച്ഛനില്ലാത്തൊരു കുട്ടിയാണ്, അമ്മയാണെങ്കിൽ രോഗി കൂടിയാണ്. അത്തരമൊരു വല്ലാത്തൊരു ദുരന്തത്തിലൂടെയും തൻ്റെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി യാത്ര പുറപ്പെട്ട പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ വിയോഗം ഒരുപക്ഷെ ആ കുടുംബത്തിനെ സംബന്ധിച്ചത് വല്ലാത്ത വേദന തന്നെയാണ്. ഈ ഒരു അപകടം നടക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ആ വിമാനത്തിൽ വെച്ചുകൊണ്ട് ഒരു സഹോദരന് പകർത്തിയ കുറച്ച് വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണാനിടയായി. അതിൻ്റെ കാഴ്ചകൾ കൂടി നമുക്കൊന്ന് കാണാം. Press the cabin crew button. It's not working either. Nothing is working. Nothing at all. We are almost about to taxi.
but this AC is not working. Look at everyone, and it's so many people, they are using these magazines. AC is not working at all. And as usual, your TV screens are also not working. Neither this button for calling the cabin crew. Nothing is working. Nothing. Not even the light is working. See, is this what you are providing? And as usual, that is why Air India is considered as one of the worst airlines in the world. AC is still not working, and today it is very, very, very hot in Delhi. See, and it's a Dreamliner 787. See, I'm sweating like hell. And we are here for the last 15 minutes. Nothing happening. Remote isn't working. Nothing is working. I don't know why I booked. ദില്ലിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്ത ആകാശ് വത്സ പകർത്തിയ ദൃശ്യങ്ങളാണ് അദ്ദേഹം ട്വിറ്ററിൽ പങ്കുവച്ചത്. വിമാനത്തിലുള്ള തകരാറുകൾ സംബന്ധിച്ചാണ് ആകാശ് ഈ വീഡിയോയിൽ ചൂണ്ടിക്കാട്ടിയത്. യാത്ര അവസാനിപ്പിച്ച ശേഷം ട്വിറ്ററിൽ പങ്കുവയ്ക്കാനായാണ് താൻ ഈ വീഡിയോ പകർത്തിയതെന്നും തകരുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് താൻ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്നും ആകാശ് ട്വിറ്ററിൽ പങ്കുവച്ച ആ കുറിപ്പിൽ പറയുന്നുണ്ട്. നോക്കൂ, പലപ്പോഴായിട്ട് ഒരുപാട് പരാതികൾക്ക് വിധേയമാകുന്ന ഒരു വിമാനമാണ് എയർ ഇന്ത്യ. ഒരുപാട് യാത്രികർ അതിനകത്തുണ്ടാകുന്ന ദുരനുഭവങ്ങളെക്കുറിച്ചും അതിൻ്റെ അപകടങ്ങളെക്കുറിച്ചും പല സമയങ്ങളിലായി പറഞ്ഞു വയ്ക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും അതിനെ ആരും കാര്യഗൗരവമായി എടുക്കാറില്ല. ഒരുപക്ഷെ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾ ഈ ഒരു ദുരന്തമുണ്ടായതിനു ശേഷം ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കുറച്ച് സംവിധാനങ്ങളും സൗകര്യങ്ങളുമൊക്കെ ഒരുപക്ഷെ ഒരുക്കിയേക്കാം. അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടാകാൻ വേണ്ടി കാത്തിരിക്കും. ദുരന്തമുണ്ടായതിനു ശേഷം നമ്മൾ എന്തു ചെയ്തിട്ടും കാര്യമില്ല. ആ ദുരന്തമുണ്ടാകുന്നതിനെ തടയാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു ദുരന്തം ഒഴിവാക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇതൊരു സ്ഥിരം പ്രവണതയായി കണ്ടുവരാറുണ്ട്. നോക്കിയൊരു ദുരന്തമുണ്ടായപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് കരിപ്പൂരിലുണ്ടായ ഒരു വിമാന ദുരന്തമായിരുന്നു. 2020 ഓഗസ്റ്റ് 7-നുണ്ടായ ആ ഒരു വിമാന ദുരന്തം ഒരുപക്ഷെ മലയാളികളെ സംബന്ധിച്ചൊരിക്കലും മറക്കാൻ പോലും കഴിയില്ല. അത്രമേൽ വേദനയുണ്ടാക്കിയൊരു ദുരന്തമായിരുന്നു അതും. അന്ന് മലയാളികൾ കോവിഡും ലോക്ക്ഡൗണും ഒക്കെ ഒരു വശത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്ന് പരമാവധി ആളുകളെ രക്ഷപ്പെടുത്താൻ അവർ ശ്രമിച്ചിരുന്നു. ഈ ഒരു വിഷയത്തിൽ എനിക്ക് കേരളത്തിലെ പത്രവാർത്താ മാധ്യമങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നത് നല്ലൊരു പ്രവർത്തനം തന്നെയാണ്. മാധ്യമ പ്രവർത്തനം തീർച്ചയായും നമ്മുടെ രാജ്യത്ത് അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ആ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ പേരിൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായങ്ങളുണ്ട്. ദയവ് ചെയ്ത് ഈ വിഷയത്തിലും നിങ്ങളത് കാണിക്കാൻ നിൽക്കരുത്. നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ആ ഒരു ആക്രമണത്തിൽ പലതരം ഫേക്ക് ന്യൂസുകൾ നമ്മുടെ കേരളത്തിലെ പത്രവാർത്താ മാധ്യമങ്ങൾ പോലും അവരുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ടല്ല, നേരെ മറിച്ച് ഫാക്റ്റായിട്ടുള്ള സത്യമാക്കപ്പെട്ട വാർത്തകൾ മാത്രം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കിതൊരു ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാനുള്ള പരിപാടിയായിരിക്കാം, അതിനുള്ള നെട്ടോട്ടത്തിലായിരിക്കാം. പക്ഷെ മലയാളികളെ സംബന്ധിച്ച് ഇത് വലിയൊരു ദുരന്തമാണ്. അതൊരിക്കലും അവർക്ക് സഹിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. അതോടൊപ്പം ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവരുടെ വീടുകളിലേക്ക് അവർ അനുഭവിക്കുന്ന ആ ഒരു മാനസിക നിലയും പ്രയാസവും മനസ്സിലാക്കാതെ അവരുടെ മുന്നിലേക്ക് മൈക്കും നീട്ടി പിടിച്ചു പോകുന്ന ഒരു പ്രവണത കേരളത്തിലെ പത്രവാർത്താ മാധ്യമങ്ങൾക്കുണ്ട്. ദയവ് ചെയ്ത് അത്തരം നീചമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്, എന്തെങ്കിലും ഒരു ദുരന്തം കിട്ടാൻ വേണ്ടി പത്രവാർത്താ മാധ്യമങ്ങൾ ഇങ്ങനെ കഴുകന്മാരെ പോലെ കാത്തിരിക്കുന്നത് പോലെ. നിങ്ങൾക്കൊരുപക്ഷെ ഇതൊരു മത്സരമായിരിക്കാം, എങ്ങനെയെങ്കിലും 1ാം സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു മത്സരയോട്ടം. നിങ്ങൾ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിൽ മാന്യത പുലർത്തുക. അതോടൊപ്പം ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വേറെ കുറേ ദൃശ്യങ്ങളൊക്കെ കാണാനിടയായി. ഒരുപാട് ഫേക്ക് വീഡിയോസുകൾ ഈ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഫേക്കായിട്ടുള്ള വീഡിയോസുകൾ പലരും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഷെയർ ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദയവായി ഇത്തരം ഫേക്ക് ന്യൂസുകൾ നിങ്ങൾ അത് പ്രചരിപ്പിക്കാതിരിക്കുക. ഏതായാലും മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാവർക്കും
ആദരാഞ്ജലികൾ.